നമ്മുടെ ചാനലിലും കിട്ടിയ കേട്ടോ അവാർഡ്. ഒരുപാട് സന്തോഷം. ഇത് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. അപ്പൊ ഞാൻ വിചാരിച്ചു മോന്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇത് പൊളിക്കാന്ന്. അപ്പൊ യൂട്യൂബിൽ നിന്നൊക്കെ അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതും പാമ്പ് പോലെ എഴഞ്ഞു പോയിരുന്ന ചാനലായിരുന്നു നമ്മുടേത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചാനലിന് ഈ ഒരു അവാർഡ് കിട്ടിയത്. അല്ലാതെ എന്റെ കഴിവ് കൊണ്ടൊന്നല്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരാൾക്ക് കൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. നമ്മുടെ ചാനലിന്റെ ഇൻട്രോ ചെയ്തു തന്ന കൃഷ്ണപ്രസാദിന്. അപ്പോൾ ആ ഇൻട്രോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. കാരണം അതിന്റെ മ്യൂസിക് അനിത്യപ്രാവിന്റെ ഒരു മ്യൂസിക് ആയിരുന്നു, അനിത്യപ്രാവ് ഫിലിമിലെ മ്യൂസിക്. അപ്പൊ അവനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ നമുക്കിതൊന്ന് പൊളിച്ചാലോ? അപ്പൊ ഇതാണ് നമ്മുടെ ചാനലിന് കിട്ടിയ സിൽവർ പ്ലേ ബട്ടൺ. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ട്. അപ്പൊ ഇതാ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ട്. നമ്മുടെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് പാസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഒരുപാട് താങ്ക്സ്. എന്താ പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതൊക്കെ അവിടെ അത് കളയാതിരിക്കാൻ വേണ്ടിട്ട് അതവിടെ വെച്ചേ. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഏതൊരാളുടെയും ഫസ്റ്റ് ആഗ്രഹം എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം, പിന്നെ മോണിറ്റൈസേഷൻ ആവണം എന്നൊക്കെയാണ്. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നത്തെ ആഗ്രഹം എപ്പോഴാണ് നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവുക, എപ്പോഴാണ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാന്നൊക്കെയാണ്. അപ്പൊ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല നമ്മുടെ ചാനലിൽ ഈ ഒരു അവസരം ഉണ്ടാവുന്നു. കാരണം ഒരു വർഷം ആയപ്പോഴാണ് നമ്മുടെ ചാനലില് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ. അപ്പം എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഇനിയും വേണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. പിന്നെ നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ ഗിവ് അവേ കൂടെ ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നുമില്ല, ഈ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുപോലെ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചാനൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ വന്നിട്ട് അറിയിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ ഗിവ് അവേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവനിപ്പോ ഓൾറെഡി ഇതിലെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുറിക്കാനൊക്കെ തുടങ്ങി. അവനറിയില്ലല്ലോ എന്തിനൊക്കെയാണ് ഇതൊക്കെ. എല്ലാ സാധനങ്ങളും മുറിച്ചു കളഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞേ. താങ്ക്സ് പറ എല്ലാവർക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞേ. പറകുട്ടി സബ്സ്ക്രൈബ്. ഇവൻ നമ്മുടെ റയാൻ ടോയ്സ് റിവ്യൂ ചെയ്യുന്ന റയാന്റെ വലിയ ഫാനാണ് കേട്ടോ. എപ്പോഴും റയാനെ കാണണം എന്നൊക്കെയാണ് പറയാ. അമേരിക്കയിൽ പോകണം, റയാനെ കാണണം. അപ്പൊ അത് റയാൻ ചിലപ്പോ കാണുമായിരിക്കും ഈ വീഡിയോ. റയാനോട് ഹായ് പറഞ്ഞേ. റയാൻ കാണുമോ ഈ വീഡിയോ? അതെന്താ റയാൻ കാണാത്തെ? റയാൻ അമേരിക്കയിലുള്ളതുകൊണ്ട് റയാൻ കാണില്ല. അപ്പൊ ഒരു ബൈ പറഞ്ഞ എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.